സുഹൃത്തുക്കളെ, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നേ നോക്കിയേ നല്ല രീതിയിൽ മഴ പെയ്തിട്ടാ, മഴ. ഇന്നലെ രാത്രി വിട്ട് തുടങ്ങിയ മഴയാണ്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പോത്തൊക്കെ നിൽക്കണോക്കിയേ ഫുള്ള് വെള്ളമായി, ബാക്കിലെ പറമ്പൊക്കെ വെള്ളമായി. അപ്പം നമുക്ക് പുള്ളു പാടത്ത് പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തണ്ണിമത്തൻ കിട്ടിയ ഒരു വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് തണ്ണിമത്തനൊക്കെ മുറിച്ചു കൊടുക്കാട്ടാ. അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ കേട്ടാ. ഈ കാണുന്ന തണ്ണിമത്തനൊക്കെ മുറിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നാടൻ ബ്രാലും കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പിടയ്ക്കും നമ്മൾ ഇന്നത്തെ ദിവസം. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ കായത്തണ്ടും തണ്ണിമത്തൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പരമാവധി വെട്ടി കൊടുക്കൂട്ടാണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോത്തിനെ പുല്ലോ ഇതൊക്കെ ചെയ്യും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടാ. തണ്ണിമത്തനൊക്കെ നല്ല തണ്ണിമത്തനൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ അപ്പോൾ നമുക്ക് ഇത് വെട്ടി കൊടുക്കണം ഇനി. അതായത് കുറേയൊക്കെ ഇങ്ങനെ വാടിയിട്ടുണ്ട് ഇങ്ങനെ. ഇനി പിന്നെ ഫുള്ള് പാടത്തൊക്കെ മഴ പെയ്താൽ എന്താ അവസ്ഥ എന്നറിയില്ല. ഇത് കഴിഞ്ഞ് രണ്ടാമത് പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഇത് വെട്ടി നമുക്ക് കൊടുക്കാം പോത്തിനെ. ഒരു ബക്കറ്റ് മൊത്തം തണ്ണിമത്തൻ കേട്ടാ. ഇത് നമ്മുടെ പോത്തിന് കൊടുക്കണം. തണ്ണിമത്തൻ കണ്ടിട്ട് ചെയ്യണമൊക്കെ ഉണ്ട്. ആക്രാന്തം നോക്കിയാൽ കാണിക്കണം. നോക്കിയേ കിട്ടാനായിട്ട് ഇത് കണ്ടപ്പോൾ തുടങ്ങിയ കേട്ടാ. നോക്കിയേ വേണ്ട കൊതിയൻ തരാടാ. അത് വേണ്ട തരാട്ടാ, ചുടുക്കാട്ടാ. അപ്പം എങ്ങനെയുണ്ട് അവസ്ഥ നോക്കാം. ആക്രാന്ത് എൻ്റെ കുട്ടിക്ക് ആക്രാന്തായിട്ട് അതൊക്കെ കഴിക്കാൻ. ഏയ് ഏത്തൻ്റെ വെയിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ വരാട്ടാ. എന്താ ബാക്കിൽ മൊത്തം വെള്ളമായി കണ്ട. അതാണ് അവസ്ഥ. ഇപ്പോൾ രണ്ട് നാടൻ ബ്രാലി കിട്ടിയിട്ടുണ്ട്. ദേ അതിനുള്ള ടൂൾസായി ഉണ്ട്. ഇതിനെ നന്നാക്കിയിട്ട് അത് വറുത്തടിക്കണം. മഴക്കാലം തുടങ്ങി. ഇനി ബ്രാലി പിടുത്താണ് കേട്ടോ. നമുക്കിനി സ്റ്റിക്ക് ഇതൊക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങണം. വെയിലും കാര്യങ്ങളൊക്കെ മാറി ഇനി ഫുള്ള് മഴയായി. അതുപോലെ തന്നെ ഇതേ പ്രാവളൊക്കെ നോക്കിയാൽ വേസ്റ്റിട്ട് ഇതേ നിൽക്കണം അവിടെ. ഇനി പ്രാവൾക്ക് തീറ്റ കൊടുക്കണം. മഴക്കാലമായി കഴിഞ്ഞാൽ ഫുള്ള് ഭയങ്കര ചോറയാ. എന്നാലും കുഴപ്പമില്ല, ഫുൾ ഹാപ്പി. അതേ നോക്കിയാൽ കോട്ടൊക്കെ ഇട്ടുട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു. മീനൊക്കെ നന്നാക്കി ഇതേ കോട്ടൊക്കെ ഇട്ടിട്ട് പോത്തിനായിട്ടാൻ പോകുന്നുണ്ടാ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പ്രാവിന് തീറ്റിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഫുഡ് അടിക്കണം, പണിക്ക് പോകണം. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഇതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ കടന്നു പോകേണ്ട ഓരോ ദിവസങ്ങൾ ഫുള്ള് എൻജോയ് ചെയ്യുക. സമാധാനം, സന്തോഷം, സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വളർത്തി കഴിഞ്ഞാൽ അതൊക്കെ അതിൽ പൊക്കോളൂ, അലിഞ്ഞ് പൊക്കോളൂ, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് മുന്നേ ബൈ.